സംഭവ ബഹുലമായ ഏപ്രിൽ മാസം, ഈ വർഷത്തെ ആദ്യ ഇൻഡസ്ട്രി ഹിറ്റ് പിറന്ന മാസം, സീക്വലുകൾ ഭരിച്ച മാസം, സീക്വൽ സ്കാമേഴ്സ് തേഞ്ഞൊട്ടിയ മാസം. അപ്പൊ അതിനൊരു തീരുമാനമായി. ഏപ്രിൽ മാസത്തെ അനാലിസിസിലേക്ക് സ്വാഗതം. പതിമൂന്ന് സിനിമകളാണ് വെക്കേഷനും വിഷുവും ഒക്കെ ഉണ്ടായിരുന്ന ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയത്. 2-ാം തീയതി തന്നെ വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് ഇറങ്ങി. പടത്തിന് ഹൈപ്പ് ഇല്ലായിരുന്നു എന്നൊക്കെ പലരും പറയുന്ന കേൾക്കാം. അത് ചുമ്മാതാണ്, ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ട്രെയിലർ വന്ന ശേഷം. വാഴ 1-ൽ മോശമല്ലെങ്കിലും സ്ക്രീനിലും ഒരു റീൽസ് ടൈപ്പ് പെർഫോമൻസ് ആയിരുന്നു ഹാഷിറും ടീമും കാഴ്ചവെച്ചത്. അവര് ഹീറോസ് ആക്കി ഒരു ഫുൾ ലെങ്ത് പടം, അതും 2.25 മണിക്കൂർ പടം. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ആദ്യം ഒരു സംശയമൊക്കെ തോന്നി. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇവന്മാര് 4 പേരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആ ട്രെയിലറിൽ തന്നെ. കിടിലമായിട്ട് അഭിനയിക്കാനുള്ള എന്തോ ശക്തി വരുന്നൊക്കെ കുടിച്ചിട്ട് നിൽക്കുന്ന പോലെ ആ ട്രെയിലർ ശരിക്കും കയറി കൊളുത്തി. പടത്തിന് നല്ല ഇനിഷ്യലും വന്നു. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്കും ഗംഭീര അഭിപ്രായം. താങ്ക് യു സോ മച്ച്. വാഴ 1 ഇഷ്ടപ്പെടാത്തവർ വരെ വാഴ 2 ഗംഭീരം എന്ന് പറയുന്നു. പടത്തിന് വേൾഡ് വൈഡ് നല്ല റിലീസ് കിട്ടുന്നു. തിയേറ്ററിൽ എത്തിക്കാൻ ഭയങ്കര പാടുള്ള ജെൻസിയെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ വാഴ സമ്മതിച്ചില്ല. പടത്തിന് റിപ്പീറ്റ് ഓഡിയൻസ് വരാൻ തുടങ്ങി, പാട്ടുകൾ ട്രെൻഡിങ് ആയി. സോഷ്യൽ മീഡിയ തുറന്ന വാഴ 2 തട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥ. ഹാഷിർ, അലൻ, അജിൻ, വിനായക് 3-4 പടം എക്സ്പീരിയൻസ് ഉള്ളവരെ പോലെ പോളിച്ചടങ്ങി. എപ്പോഴും ചിരിച്ചു കണ്ടവരെ കരഞ്ഞു കാണുന്നത് ഭയങ്കര ഫീലായിരുന്നു. അത് ഇവര് ശരിക്കും പുതുമുഖങ്ങളൊന്നും അല്ല കേട്ടോ. ആൾക്കാർക്ക് എന്താ പറയുക, അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവർ 4 പേരും. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ദേവരാജ് ആണെങ്കിലും ഒക്കെ എല്ലാവരെയും ആളുകൾക്ക് കണ്ട് പരിചയമുള്ള ആളുകൾ തന്നെയാണ്. ആരും പുതുമുഖങ്ങൾ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. സിനിമയിൽ ചിലപ്പോൾ പുതുമുഖം എന്ന് പറയാം. ചട്ടാപ്പച്ചയിലൊക്കെ സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചെയ്ത് പാളിപ്പോയ ക്ലൈമാക്സ് കാമിയോ ഒക്കെ ജോമോൻ ജ്യോതിർനെയും സിജു സണ്ണിയും വെച്ച് തിയേറ്റർ പൂര പറമ്പാക്കി മാറ്റി. അങ്ങനെ 100 കോടി 200 കോടി ക്ലബ്ബ് മറികടന്ന് ലോകയെയും തുടരുമിനെയും വരെ പിന്നിലാക്കി വർക്കലയുള്ള റീൽസ് എടുത്ത് നടന്ന 4 പയ്യന്മാര് മലയാള സിനിമയുടെ നെറുകയിൽ പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റിന്റെ കൊടി കൊണ്ടുവച്ചു. കേരള ബോക്സ് ഓഫീസിൽ മാത്രം വാഴ 2 100 കോടി അടിച്ചു എന്ന് പറഞ്ഞ ആ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കണേ. അങ്ങനെ ഉറങ്ങിക്കിടന്ന തിയേറ്ററുകളെ വാഴ വെച്ച് ഉണർത്തി. പടം തെലുങ്കിൽ ഡബ് ചെയ്ത് ഗ്രാൻഡായി ലോഞ്ച് ചെയ്ത് റിലീസും ചെയ്തു. എന്തായാലും വാഴ 3 ബയോപിക് ഓഫ് ബില്യൺ ഗേൾസ് അനൗൺസും ചെയ്തു. അങ്ങനെ ഒരു കംപ്ലീറ്റ് സക്സസ് ആയി മാറി വാഴ 2. ചുമ്മാ അറിയുന്നില്ല ഞാൻ ഒരു ഭാവിയെ വാർത്തെടുക്കുകയാണെന്ന്. ഏപ്രിൽ മാസം പിന്നീടൊരു മേജർ റിലീസ് മോഹിനിയാട്ടമായിരുന്നു. ഭരതനാട്യം 2 മോഹിനിയാട്ടം തിയേറ്ററിൽ ഫ്ലോപ്പായി OTT ഹിറ്റായ ഭരതനാട്യത്തിന്റെ 2ാം ഭാഗം. ഫസ്റ്റ് പാർട്ട് ഫീൽ ഗുഡ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് ഡാർക്ക് കോമഡി. ഈ സിനിമയ്ക്ക് 3 പ്രീ റിലീസ് റിവ്യൂസ് വന്നിരുന്നു. ലിൻഡോ കുര്യൻ, തരുൺ മൂർത്തി, മിഥുൻ മാനുവൽ തോമസ്. കൂടെ ലിൻഡോ കുര്യന്റെ വക കിട്ടില്ല ഒരു ട്രെയിലർ. ഹിറ്റ് ഉറപ്പിച്ചുകൊണ്ടാണ് മോഹിനിയാട്ടം തിയേറ്ററുകളിലേക്ക് വരുന്നത്. ഈ പടം കൂടി പൊട്ടിയാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പണി നിർത്തുമെന്ന് വരെ സൈജു കുറുപ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞു റിലീസിന് മുൻപ്. ഫസ്റ്റ് വീക്ക് തിയേറ്ററുകൾ കുറവായിരുന്നു, പക്ഷേ ഗംഭീര അഭിപ്രായത്തോടെ പടം മുന്നോട്ട് കുതിച്ചു. ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു മറിഞ്ഞു പോയൊരു പടമാണ്. ജോണർ ഷിഫ്റ്റ് എങ്ങനെ എഫക്റ്റീവായി കാണിക്കാമെന്ന് കൊണ്ടുവരാമെന്ന് കൃഷ്ണദാസ് മുരളി എന്ന സംവിധായകൻ കാണിച്ചു തന്നു. പടത്തിനെ പറ്റി എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു ജോക്സ് പെർ മിനിറ്റ് റേഷ്യോ. മോഹിനിയാട്ടത്തില് ആ റേഷ്യോ വളരെ കൂടുതലായിരുന്നു. അതായത് ഒരു കോമഡിക്ക് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ അടുത്ത കോമഡി നമുക്ക് മിസ്സാവും. അങ്ങനെ മിസ്സായ കോമഡികൾക്ക് വേണ്ടി പടം വീണ്ടും ഒന്നുകൂടെ കാണാൻ തോന്നും. അങ്ങനെ റിപ്പീറ്റ് ഓഡിയൻസ് പടത്തിന് ഇടിച്ചു കയറി. അക്കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു. ഗംഭീര 1-ലൈനേഴ്സ് കോമഡികൾ മലയാള സിനിമയിൽ ഇതുപോലെ വന്നിട്ട് കുറെ നാളായി. അതായത് പഞ്ചാബി ഹൗസ് ഒക്കെ പോലെ പറയുന്ന ഓരോ ഡയലോഗും ഐക്കോണിക്, പക്ക മീം മെറ്റീരിയൽ. അതൊക്കെ തുടക്കത്തിൽ തോന്നാ, ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ഒരു ഫീൽ ഗുഡ് പടത്തിന്റെ സീക്വൽ ഇങ്ങനെ ഡാർക്ക് ആക്കാൻ കാണിച്ച ധൈര്യം അത് സമ്മതിച്ചേ പറ്റൂ.
അതും ഫ്ലോപ്പായ ഒരു പടത്തിന്റെ സീക്വലിലാണ് ഈ തീക്കളി എന്ന് ഓർക്കണം. അതിനും ഹിറ്റാക്കിയതാണ് അതിലും വലിയ അച്ചീവ്മെന്റ്. ഫസ്റ്റ് വീക്ക് സ്ക്രീൻസ് കുറവ്, തള്ളിക്കയറ്റം ഇല്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നെങ്കിൽ സെക്കൻഡ് വീക്ക് കളി മാറി. സ്ക്രീൻ കൗണ്ട് എക്സ്പാൻഡ് ആയി, വേൾഡ് വൈഡ് പടം വന്നു, ആള് ഇടിച്ചു കയറി. പടത്തിന്റെ നെറ്റ്ഫ്ലിക്സിൽ 6 കോടി രൂപയുടെ ഡീലാണ് കിട്ടിയതാണ് ഞാൻ അറിഞ്ഞത്. ഫസ്റ്റ് പാർട്ടിന് കിട്ടാത്തത് പലിശയും ചേർത്ത് മോഹിനിയാട്ടം വാങ്ങിയെടുത്തു. നെറ്റ്ഫ്ലിക്സിൽ വന്ന ശേഷവും തിയേറ്ററിൽ ഓടിയ പടം 50 കോടി മാർക്ക് ടച്ച് ചെയ്തു. അവർ സ്പെൻഡ് ചെയ്ത ബഡ്ജറ്റ് വെച്ച് വലിയ ലാഭമാണ് പടം ഉണ്ടാക്കിയത്. ഒരുപക്ഷെ വാഴ 2 ഇല്ലായിരുന്നെങ്കിൽ കുറെ കൂടി ഉണ്ടാക്കിയേനെ മോഹിനിയാട്ടം. എന്നാലും പടം ബ്ലോക്ക് ബസ്റ്ററായി. ഈ സീക്വൽ സ്കാമേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ചുമ്മാ ഒരു ഇല്ലാത്ത സീക്വൽ അനൗൺസ് ചെയ്യുന്നതും അത് വൃത്തിക്ക് ചെയ്ത് ഹിറ്റാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. Actually, that's not fair. ഈ സീക്വൽ സ്കാമേഴ്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് മോഹിനിയാട്ടം കഴിഞ്ഞ് അടുത്ത മേജർ റിലീസ് വിഷു റിലീസായി ഡിജോ ജോസ് ആന്റണിയുടെ പള്ളിച്ചട്ടമ്പിയായിരുന്നു. കേമോ എന്ന് പറഞ്ഞാ പോരാ, തോൽവിയുടെ പടുകുഴി. കാട്ടുചമ്പകം പാട്ട് കൊല തൂക്കിയതായിരുന്നു പടത്തിനുണ്ടായിരുന്ന ഒരേ ഒരു ഹൈപ്പ്. കാട്ടുചെമ്പകം പൂത്തോട്ടെ നാട്ടുതത്തമ്മ കേട്ടോട്ടെ. ട്രെയിലറൊന്നും എനിക്ക് പേഴ്സണലി വർക്കായവര് ഉണ്ടായിരിക്കാം. എന്നാലും ടോവിനോയെ ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ട് അതിന്റെ ഗുണം പടത്തിന് ഇനിഷ്യലായി വന്നു. 2 ബ്ലോക്ക് ബസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു ബ്ലോക്ക് ബസ്റ്റർ കൂടി വരുമോ എന്ന് വിചാരിച്ചിരുന്നപ്പോ പള്ളിച്ചട്ടമ്പിക്ക് വേറെ പ്ലാൻ ആയിരുന്നു. ബിലോ ആവറേജ് റിപ്പോർട്ട്സുമായിട്ട് പടം ഓപ്പൺ ചെയ്തു. റിലീസിന് മുൻപ് ഒരു സൂചന പോലും കൊടുക്കാതിരുന്ന പൃഥ്വിരാജിന്റെ അടാറ് കാമിയോ ഉണ്ടായിരുന്നിട്ടും അതിന് നല്ല അഭിപ്രായം കേട്ടിട്ടും പടത്തിന് ആ കാമിയോ ഒരു ഗുണവും ചെയ്തില്ല. Actually, that's not fair. ഒന്ന് നിർത്തു എന്റെ കൊണഞ്ഞിരി. ടോവിനോയും ജേക്സ് ബിജോയും പട്ടിപ്പണി എടുത്തിട്ടും സിനിമയ്ക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. ഔട്ട്ഡേറ്റഡ് ആയ സ്ക്രിപ്റ്റ് വെച്ച് ഡിജോയുടെ സ്ഥിരം പ്രീച്ചി പരിപാടി ആളുകൾക്ക് മടുത്തു. 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. ഇതൊന്നും പോരാഞ്ഞിട്ട് വേറൊരു ഹൈലൈറ്റ് കൂടി ഉണ്ട് കേട്ടോ. പടം ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രോപ്പർ ക്ലൈമാക്സ് ഇല്ലാത്തത് കൊണ്ട് പള്ളിച്ചട്ടമ്പി 2 കമ്മിങ് മക്കളെ എന്ന് കാർഡിട്ട് ആളുകളെ ഊഞ്ഞാലാട്ടാൻ നോക്കി. പോയി സ്വയം കുനിഞ്ഞിരുന്നു. ഈ സീക്വൽ സ്കാം കാരണം ആൾറെഡി ചൊറിഞ്ഞിരുന്ന ആൾക്കാര് തിരിച്ചും ഊഞ്ഞാലാട്ടി വിട്ടു. നാണമില്ലാതെ മാറ്റിക്കുത്തി, അതാണ് സംഭവിച്ചത്. അല്ലാതെ ഭയവുമല്ല പരാജയവുമല്ല. അല്ല പിന്നെ ജനഗണമനയിൽ ഒരിക്കൽ ക്ഷമിച്ചെന്ന് വെച്ച് അതേ കാർഡ് വീണ്ടും ഇറക്കിയ ആള് നോക്കിക്കോ. അങ്ങനെ പള്ളിച്ചട്ടമ്പി ഫ്ലോപ്പായി. ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? പള്ളിച്ചട്ടമ്പിയുടെ കൂടെ വിഷു റിലീസായിട്ട് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ചാക്കോച്ചൻ ടീമിന്റെ ഒരു ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ക്ലാഷ് ഉണ്ടായിരുന്നത്. നാത്താൻ കേസ് കൂടെ സൂപ്പർ ഹിറ്റ് ആക്കിയ അതേ നായകനും സംവിധായകൻ, പിന്നെ ചിദംബരം അഭിനയിക്കുന്നു, കൂടെ അമ്പാൻ സജിൻ ഗോപു, ദിലീഷ് പോത്തൻ. എന്നിട്ടും പടത്തിന് 0 ഹൈപ്പ്. ഈ സിനിമയുടെ ക്രൂ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇടയ്ക്ക് ഡയറക്ടറിന്റെ പേര് കൺസെപ്റ്റ് ടാഗ് മാത്രം കൊടുത്തിട്ട് പോസ്റ്റർ ഇറക്കിയപ്പോഴേ ആൾക്കാർ അത് ഊഹിച്ചു. ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറത്ത് കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യമില്ല. പിന്നീട് പടത്തിന്റെ പ്രൊമോഷന് ഡയറക്ടറെ കാണാത്തതും പുള്ളി ഒരു പോസ്റ്റർ പോലും ഷെയർ ചെയ്യാത്തതും കണ്ടപ്പോ ആളുകൾ ഉറപ്പിച്ചു ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് പടം വരുന്നതെന്ന്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. ഡയറക്ടറിന് പോലും വേണ്ടാത്ത പടം എന്നൊരു നെഗറ്റീവ് ഓറ അങ്ങനെ പടത്തിനുണ്ടായി. കൂടെ മിക്സഡ് ഒപ്പീനിയൻ കൂടി വന്നപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മുങ്ങാൻ തുടങ്ങി. ചാക്കോച്ചന്റെ ഗംഭീര പെർഫോമൻസ് ഉണ്ടായിരുന്നെങ്കിലും ആൾക്കാർക്ക് ബെറ്റർ ഓപ്ഷൻസ് ആയി വാഴയും മോഹിനിയാട്ടവും കിടക്കുകയില്ല. അപ്പോഴാണ് ഒരു ദുരൂഹ സാഹചര്യം. അങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഫ്ലോപ്പായി. ഏറെ പ്രതീക്ഷകളോടെ വിഷു റിലീസായി വന്ന ആ 2 സിനിമകളും അങ്ങനെ മറ്റടുത്ത വർത്താനം പറഞ്ഞ അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല, കൊന്നു കുഴിച്ചു മൂടും. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ആ ഗ്യാപ്പില് വാഴയും മോഹിനിയാട്ടവും വിഷു ചോയ്സുമായി. പിന്നീട് ഒരു മേജർ റിലീസ് ഏപ്രിലിൽ വന്നത് ഷറഫുദ്ദീന്റെ മധുവിധുവായിരുന്നു. നൈസ് ട്രെയിലറും പാട്ടുകളും ഒക്കെ ആയിരുന്നെങ്കിലും പടത്തിന് ഹൈപ്പൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ആദ്യം വിഷു റിലീസായിരുന്നത് പിന്നീട് ഒരു വീക്ക് കൂടി തള്ളി വന്ന പടമാണ്. പടത്തിന് പൊതുവെ നല്ല അഭിപ്രായങ്ങളാണ് വന്നത്. പഴയ വീഞ്ഞി പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ പഴയ പല സിനിമകളുടെയൊക്കെ ഒരു ഒരു ഫ്ലേവേഴ്സ് ചേർത്തിട്ടുള്ള ഒരു പുതിയ കാലത്ത് കഥ പറഞ്ഞൊരു സിനിമയായിരുന്നു മധുവിധു. ഒരു നൈസ് ഫീൽ ഗുഡ് റോം കോം ആയിരുന്നു പടം. ചിരിക്കാനും ഉണ്ട്. പക്ഷേ ഈ ഉദയനാണ് തരത്തിൽ പറയുന്ന പോലെ ഒരു തള്ളിക്കയറ്റം അങ്ങനെ ഉണ്ടായില്ല. ലിമിറ്റഡ് ഓഡിയൻസ് ആണ് പടം കണ്ടത്. അവർക്കൊക്കെ പടം വർക്കാവുകയും ചെയ്തു. പക്ഷേ ആ ഒരു ബബിളിന് പുറത്തേക്ക് പടം
വലിയൊരു ടോക്ക് ആയില്ല എന്നതാണ് സത്യം. പടത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് സിനിമ ബഡ്ജറ്റ് കവർ ചെയ്തു, വമ്പൻ ഹിറ്റൊന്നും അല്ലെങ്കിലും നഷ്ടമൊന്നുമല്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. OTT റിലീസിൽ കുറെ കൂടി റെക്കഗ്നിഷൻ കിട്ടുമെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു പടം തന്നെയായിരുന്നു മധുവിധു. അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഹിറ്റും ഒരു ബ്ലോക്ക് ബസ്റ്ററും ഒരു ആവറേജ് ഹിറ്റുമായിട്ട് ഏപ്രിൽ മാസം കഴിഞ്ഞു. തിയേറ്ററോളം സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരാൻ മറ്റൊരു മീഡിയത്തിനും പറ്റില്ല എന്ന് പ്രൂവ് ചെയ്ത മറ്റൊരു മാസം കൂടിയായിരുന്നു ഏപ്രിൽ മാസത്തെ ഫിലിമി ടോക്ക് മൂവി ഓഫ് ദി മന്ത്. 10 കോടി ബഡ്ജറ്റിൽ ഒരു സിനിമയിൽ ചെറിയ റോൾ മാത്രം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള റീൽസ് ചെയ്ത് നടന്ന 4 പിള്ളേരെ വെച്ച് സൂപ്പർ സ്റ്റാർ പടങ്ങൾ മാത്രം തൊട്ടിട്ടുള്ള ഇൻഡസ്ട്രി ഹിറ്റ് എന്ന പീക്കിലെത്തിയ വാഴ 2 ആണ് ഏപ്രിൽ മാസത്തെ ഫിലിമി ടോക്സ് മൂവി ഓഫ് ദി മന്ത്. വാഴ 3ക്കായി കട്ട വെയിറ്റിംഗ്. പിന്നെ ഈ മാസവും ഇറങ്ങിയത് പോലും അറിയാത്ത ചില പടങ്ങൾ വന്നുപോയി. പകിടകളി, അച്ചപ്പാസ് ആൽബം, അരിസ്റ്റോ സുരേഷ് നായകനായ ഡാർക്ക് ട്രാക്കിംഗ്, ഇരുനിറം, കാലം പറഞ്ഞ കഥ. ഇതിൽ അച്ചപ്പാസ് ആൽബം, ഇരുനിറം ഈ പടങ്ങൾ എനിക്കറിയാം, പരിചയമുള്ള കുറച്ച് പേര് ആ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ റിലീസായിരുന്നു. ആരെങ്കിലും കണ്ടായിരുന്നു അതോ വിക്കിപീഡിയ പേജിൽ ചുമ്മാ അടിച്ചു വിട്ടേക്കുവാണോ റിലീസായെന്ന്? ഈ മാസത്തെ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് കമന്റിൽ പറയുക. 125 കോടി മുടക്കി 100 കോടി ക്ലബ്ബ് പിടിക്കാൻ ഇറങ്ങിയ മൾട്ടിസ്റ്റാർ സിനിമയുൾപ്പെടെ മെയ് മാസത്തെ അനാലിസിസ് കുറച്ചുകൂടി സംഭവ ബഹുലമാവുന്നൊരു മട്ടുണ്ട്. അതുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.